Meet the editors. ബ്രൂവറിയിൽ ഒളിച്ചുകളിയോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരുമെന്നാണ് കരുതിയത്. പക്ഷേ ഇന്ന് ആ വിഷയം പ്രതിപക്ഷം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നില്ല. എന്നാൽ അതേസമയം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചുണ്ടായി. ഇന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞത് അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശക്തിയില്ലാത്തതുകൊണ്ടാണ് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം അത് കൊണ്ടുവരാഞ്ഞത് എന്നാണ്. എന്നാൽ ഇന്ന് നമ്മളുടെ പ്രതിനിധി ഇക്ബാൽ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഒരു ബൈറ്റ് എടുത്തിരുന്നു. അതിൽ പറയുന്നത് വാട്ടർ അതോറിറ്റി അറിഞ്ഞിരുന്നില്ല ഇത്തരത്തിലൊരു മദ്യനിർമ്മാണശാലയ്ക്കാണ് വെള്ളം ആവശ്യപ്പെടുന്നത് ഒയാസിസ് കമ്പനിയെന്ന്. എഥനോൾ ഓയിൽ നിർമ്മാണം എന്നാണ് രേഖപ്പെടുത്തിയിരുന്നതെന്നാണ്. അപ്പോൾ അടിമുടി ദുരൂഹതയും ഒളിച്ചുകളിയും ഉണ്ടോ ഇതിൽ? നോക്കൂ, ഈ കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തേണ്ട ഒന്നിലധികം കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയുന്നത് പോലെ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ 1998 മുതൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ആ പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ ഇരിക്കുന്ന കാലത്ത് നയനാർ മന്ത്രിസഭ പാസാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് പുതിയ ഡിസ്റ്റിലറികളൊന്നും അനുവദിക്കില്ല എന്നാണ്. 1999 നിലവിൽ വന്ന ആ എക്സിക്യൂട്ടീവ് ഓർഡർ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മറ്റൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് സർക്കാർ ഇല്ലാതാക്കുന്നത്. അത്തരത്തിലൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ അതോ അതില്ലാതായോ എന്ന കാര്യം ഒന്നാമതായി സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നിശ്ചയമായും 2023-24 മദ്യനയം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്യനയം പ്രഖ്യാപിക്കുന്നതുകൊണ്ട് മാത്രം കാര്യങ്ങൾ മാറുന്നില്ല. ആ നയവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിയമത്തിൻ്റെ ചട്ടങ്ങളും ഉണ്ടാകണം. അത്തരത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ കാര്യത്തിൽ എന്നും സർക്കാർ വ്യക്തത വരുത്തണം. ഇതാണ് അടിസ്ഥാനപരമായി സർക്കാർ വ്യക്തത വരുത്തേണ്ട രണ്ട് പ്രാഥമികമായ കാര്യങ്ങൾ. ഇനി 2022 സംസ്ഥാനത്ത് പുതിയ ഡിസ്റ്റിലറികൾ ആരംഭിക്കില്ല എന്ന എക്സിക്യൂട്ടീവ് ഓർഡർ നിലനിൽക്കുന്ന സമയത്ത് ഒയാസിസിൻ്റെ കമ്പനിയുടെ പ്രസിഡൻ്റായിട്ടുള്ള CS വാസുദേവൻ, അദ്ദേഹം ഒരു മലയാളിയാണ്, CS വാസുദേവൻ അന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന VP ജോയിയുമായും എക്സൈസ് കമ്മീഷനുമായും ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇവിടെ ഡിസ്റ്റിലറി ആരംഭിക്കാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കാൻ വേണ്ടിയിട്ട് 2022 ഈ എക്സിക്യൂട്ടീവ് ഓർഡർ നിലനിൽക്കുന്ന സമയത്താണ് CS വാസുദേവൻ ചീഫ് സെക്രട്ടറിയുമായും അതുപോലെ തന്നെ എക്സൈസ് കമ്മീഷനുമായും കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നത്. ഈ വാർത്ത പുറത്തുവിട്ടത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. 2 ദിവസം മുമ്പാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണവും ഈ കാര്യത്തിൽ വന്നിട്ടില്ല. ഇനി 2022 പ്രത്യേകത എന്താണ്? ഈ കൂടിക്കാഴ്ച നടന്നതിന് ശേഷം 2022 തന്നെ ഇലപ്പുള്ളി പഞ്ചായത്തിൽ 24 ഏക്കറോളം ഭൂമി ഈ പറയുന്ന OSS കമ്പനി വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുന്നു, അതിനുശേഷം 24 ഏക്കർ ഭൂമി ഇലപ്പുള്ളി പഞ്ചായത്തിൽ അവർ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഭയങ്കരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഈ കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ ഇവർക്ക് അനുമതി കൊടുക്കുന്നതെന്നാണല്ലോ സംസ്ഥാന സർക്കാർ പറയുന്നത്. കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയോ? 2023 2023 ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട് ഈ കമ്പനി, OSS കമ്പനി. ഏതാണ്? എഥനോൾ ബേസ്ഡ് പെട്രോളിയം പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ലൈസൻസിന് വേണ്ടിയിട്ട്. ആ ലെറ്റർ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ, എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ ഏത് അഡ്രസ്സാണ് വെച്ചിരിക്കുന്നത് അറിയാമോ? എലപ്പുള്ളി പഞ്ചായത്തിലെ ഈ അഡ്രസ്സാണ് വെച്ചിരിക്കുന്നത്. 24 ഏക്കർ ഭൂമിയുടെ അഡ്രസ്സാണ് വെച്ചിരിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിയമം വളരെ കർക്കശത്തോടുകൂടി പറയുന്നൊരു കാര്യം, നിങ്ങൾ ഏത് അഡ്രസ്സിൽ നിന്നാണ് ഈ പറയുന്ന പ്ലാന്റിന് അനുമതി തേടുന്നത് അത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ അഡ്രസ്സിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 2023-24 മദ്യനയം മാറുന്നതിന് മുമ്പ് തന്നെ ഇവർ ലെറ്റർ ഓഫ് എക്സ്പ്രഷനുമായി പോയി കേന്ദ്ര സർക്കാരിന് ഈ പ്ലാന്റിനുള്ള ലൈസൻസ് വാങ്ങിക്കുന്നു. ഇവിടെ ഇത് കിട്ടും. അടുത്ത മദ്യനയം മാറാൻ പോകുന്നു, ആ മദ്യനയത്തിൽ ഇത് കിട്ടുമെന്ന് ഏത് ദിവ്യദൃഷ്ടി കൊണ്ടാണ് ഈ പറയുന്ന OSS കമ്പനി മനസ്സിലാക്കിയത് എന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ അതിനകത്ത് ദുരൂഹത ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ബ്രൂവറി ഡിസ്റ്റിലറി ഓർഡറിൽ പറയുന്നുണ്ടല്ലോ, കേരള വാട്ടർ അതോറിറ്റി ഇവർക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പറയുന്ന അനുമതി നൽകുന്നത് എന്നും പറയുന്നുണ്ടല്ലോ. ആ സമയത്താണല്ലോ ഇന്നിപ്പോൾ പാലക്കാട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വന്നിട്ട് നമ്മളോട് പറയുന്നത് അത്തരത്തിലൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഓയിൽ ബേസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാന്റാണ് വരുന്നത് എന്നാണ്. അപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത് കിൻഫ്ര ഒരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്, ആ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ ഈ വെള്ളം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുന്നതിനകത്തും ദുരൂഹതയുണ്ടല്ലോ. അത് വന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന് മാത്രമല്ല, ഇവിടുന്ന് വെള്ളം കൊടുക്കാൻ കഴിയില്ല, സർക്കാർ വേണമെങ്കിൽ വെള്ളം കണ്ടെത്തി കൊടുക്കണം എന്നുകൂടി അദ്ദേഹം നൽകിയിരിക്കുന്ന ബൈറ്റിൽ പറയുന്നു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ സർക്കാർ അടിയന്തരമായി വ്യക്തത വരുത്തേണ്ടതുണ്ട്, ഇതിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം പറയാം. ഈ പറയുന്ന എലപ്പുള്ളി പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കഴിഞ്ഞ ദിവസം എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള രേവതി ബാബു സുജയ പാർവതിക്ക് നൽകിയിട്ടുള്ള മോർണിംഗ് ഷോയിലെ അഭിമുഖത്തിൽ അവർ പറയുന്നൊരു അവസ്ഥയുണ്ട്. ആ പഞ്ചായത്തിൻ്റെ
പഞ്ചായത്തിൻ്റെ അവസ്ഥയുണ്ട്. എന്താണ് ആ പഞ്ചായത്തിലെ അവസ്ഥ? 44 കിലോമീറ്ററോളം കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പദ്ധതി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. 44 കിലോമീറ്ററോളം ആ പഞ്ചായത്തിൽ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖപ്പെടുത്തുന്നതാണ്, സാക്ഷ്യപ്പെടുത്തുന്നതാണ്. 2722 വീടുകൾക്ക് ഹൗസ് കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇതുവരെ ആ വെള്ളം അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല വീടുകളിൽ. ഇതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്ന് മാത്രവുമല്ല, കേന്ദ്ര ജലശക്തി മിഷന്റെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഒരൊറ്റ പഞ്ചായത്തിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരള സംസ്ഥാനത്തിൽ അവാർഡ് കിട്ടിയിട്ടില്ല. എന്തിനാ അവാർഡ് കിട്ടിയത്? ഭൂഗർഭ ജലത്തിന്റെ പരിധി ഉയർത്തുന്നതിനകത്ത് അവർ നേടിയ നേട്ടത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് സംസ്ഥാനത്തെ ഏക പഞ്ചായത്തിന് കിട്ടിയത്. ഒരൊറ്റ പഞ്ചായത്തിന് കിട്ടിയിട്ടുള്ളൂ, അത് ഈ എലപ്പുള്ളി പഞ്ചായത്തിനാണ്. എന്ന് മാത്രമല്ല, നമുക്ക് കൃഷി ചെയ്യാമെന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് 68 ഏക്കർ ഭൂമി, തരിശു ഭൂമി അവിടെ കൃഷിഭൂമിയാക്കിയിട്ടുണ്ട് എന്നും ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ അവിടെ കാർഷിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള, അവിടുത്തെ ജലദൗർബല്യം പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള പഞ്ചായത്തും പഞ്ചായത്ത് പ്രവർത്തകരും അവിടുത്തെ മനുഷ്യരുമൊക്കെ കൂടെ കൂട്ടായി നേടിയ ഒരു നേട്ടത്തിന്റെ മുകളിലേക്കാണ് ഈ കമ്പനി വന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഭൂഗർഭ ജലം അടക്കം അവിടെ ചൂഷണം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരത്തിലുള്ള ഒരു പ്രദേശത്തേക്ക് ഇങ്ങനൊരു പദ്ധതി ഒളിച്ചു കടത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞത് കണക്ക് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ കാര്യത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ ചട്ടഭേദഗതിയുടെ കാര്യത്തിനകത്താണെങ്കിലും പിന്നീട് ഈ ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ കൊടുത്ത് ലൈസൻസ് വാങ്ങിയ കാര്യത്തിനകത്താണെങ്കിലും കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഈ പറയുന്ന എഗ്രിമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ തന്നെയും അടിമുടി ദുരൂഹത നിലനിൽക്കുന്ന ഒരു ഇടപാടാണ് ഈ കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. ഇതൊരു രാഷ്ട്രീയ വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മൾ വളരെ പെട്ടെന്ന് വികസന വിരോധികൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം എടുത്തുന്നയിക്കുന്നു. ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ കൊണ്ട് തടയാവുന്ന കാര്യമല്ല. ജനങ്ങൾക്കിടയിൽ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പൊതുസമൂഹത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ വ്യക്തത അങ്ങ് വരുത്തിയാൽ ഈ പ്രശ്നം അങ്ങ് പരിഹരിക്കും. ഇക്കാര്യത്തിൽ സർക്കാരിന് എന്താണ് മറച്ചുവെക്കാനുള്ളത്? സർക്കാരിനൊന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 1, 2, 3, 4 എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തണം. അല്ലാത്ത പക്ഷം ഈ കാര്യത്തിൽ ദുരൂഹതയുണ്ട്, ദുരൂഹത തുടരുന്നു എന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ കാര്യത്തിൽ എൻ്റെ നിലപാട് അതാണ്. സ്മൃതി, ഇപ്പോൾ 2 തട്ടായി തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഭരണപക്ഷം പറയുന്നത് വികസന വിരോധികളാണ്, ഒരു പദ്ധതിയും കേരളത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ അനുവദിക്കില്ല, അതിന് മുട്ടാപ്പോക്ക് കാര്യങ്ങളാണ് പറയുന്നത്. അഴിമതി ആരോപണം ഇപ്പോൾ പ്രതിപക്ഷം പിൻവലിച്ചിരിക്കുന്നു. ഇപ്പോൾ ജലചൂഷണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്, അതും 48 മണിക്കൂറിനുള്ളിൽ ഇല്ലാതെയാവും. സഭയിലെത്തിയാൽ അതിന് കൃത്യമായ മറുപടി നൽകുമെന്നാണ് MP രാജേഷ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്ന് MP രാജേഷ് പാലക്കാട് വെച്ചിട്ടാണ് വെല്ലുവിളി നടത്തുന്നത്. എക്സൈസ് മന്ത്രി അവിടെ പാർട്ടി സമ്മേളനത്തിലാണ്. അപ്പോൾ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മന്ത്രി സഭയിലില്ല. അപ്പോൾ സഭയിൽ മറുപടി നൽകും എന്ന് പറയുന്നതിൽ സഭയിൽ മറുപടി ചെയ്യാൻ മന്ത്രി ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അഴിമതി ആരോപണമായി ഇത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയാണെങ്കിൽ നോട്ടീസിന് അനുമതി കിട്ടില്ല. അഴിമതി വിഷയം ഉന്നയിച്ചാൽ നോട്ടീസിന് അനുമതി കിട്ടില്ല. അതറിയാം. അത് പ്രതിപക്ഷം നാളെ ബുദ്ധിപൂർവ്വം ഉന്നയിക്കാനിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തു നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും മന്ത്രി ഇന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തിന് ധൈര്യമില്ല, ഭീരുക്കളാണ്, എണ്ണി മറുപടി നൽകാമെന്നുള്ളതാണ്. പുറത്ത് എണ്ണി പറയാമല്ലോ, പുറത്ത് എണ്ണി പറയുന്നില്ല എന്നുള്ളതാണ്. പറയുന്ന കാര്യങ്ങളെല്ലാം പൊളിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കാര്യം. ഈ പറഞ്ഞതുപോലെ കേന്ദ്രാനുമതിയുള്ള സ്ഥാപനം എന്ന് പറയുമ്പോൾ കേന്ദ്രാനുമതി എന്തിനാണ് എന്നിപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചല്ലോ. അതായത് പെട്രോളിയം പ്രൊഡക്റ്റ് കമ്പനിക്കുള്ള എഥനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതിയാണുള്ളത്. ആ അനുമതി എന്ന് പറയുന്നത്, ആ അനുമതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിയെ പോലും സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ടർ അതോറിറ്റിയെയും കബളിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വാട്ടർ അതോറിറ്റി ഇപ്പോൾ പറയുന്നത് വെള്ളം കൊടുക്കില്ല എന്നാണ്. വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കും, ഗ്രൗണ്ട് വാട്ടർ എടുക്കേണ്ടി വരില്ല എന്നാണല്ലോ ഇപ്പോൾ സർക്കാർ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ വാട്ടർ അതോറിറ്റി കൊടുക്കില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് അവരെ കബളിപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ എഞ്ചിനീയറുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇനി ഇത് ഏത് സമയത്താണ് ഈ അനുമതിയുമായി ബന്ധപ്പെട്ട് വന്നത്? 2022 വരുന്ന സമയത്ത് ഇവിടെ നയം വ്യത്യസ്തമായിരുന്നു. ഇവിടെ ബ്രൂവറി തുടങ്ങാൻ പറ്റില്ലായിരുന്നു, ഡിസ്റ്റിലറികളും തുടങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2023 ആയപ്പോഴേക്കും അവർക്ക് അനുകൂലമായൊരു നയമാറ്റത്തിലേക്ക് വരുന്നു. ആ നയമാറ്റത്തിനിടയ്ക്ക് അവർ ഭൂമി വാങ്ങുന്നു. ഇതിൻ്റെ ഒരു ഓർഡറുണ്ട്. ആ ഓർഡർ പരിശോധിക്കുമ്പോൾ സംശയകരമായ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം വരുന്നതെന്നാണ് MP രാജേഷ് വാദിച്ചിരുന്നത്. ക്യാബിനറ്റ് ബ്രീഫിംഗ് നോട്ടിലാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നത്. എലപ്പുള്ളിയിലെ ജലദൗർഭ്യം ഒരു പ്രധാന വിഷയം. നമ്മളിത് മുൻപ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ ജലദൗർലഭ്യത്തെക്കുറിച്ച് തന്നെയാണ് വിശദമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടർ എടുക്കാതെ അവിടെ ഒരു പദ്ധതി നടപ്പാവാൻ കഴിയില്ല എന്ന് പറയുന്നു. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രാവിലെ സുജിയോട് പറഞ്ഞ കാര്യം, അവിടെ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നു. 50% പോലും അവിടുത്തെ ആ പൈപ്പ് ലൈൻ, വെള്ളം കൊണ്ടുവരുന്നുള്ള പൈപ്പ് ലൈൻ്റെ പദ്ധതി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. പിന്നീട് വൈകുന്നേരത്തെ എൻ്റെ ചർച്ചയിൽ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, അവിടെ കൃഷിഭൂമിയിൽ നെൽകൃഷി നശിച്ചിട്ട് കൂട്ടത്തോടെ കത്തിച്ച് കളയേണ്ട അവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ട് വെള്ളം ലഭിക്കാത്ത മൂലം. അപ്പോൾ അതാണ് അവിടുത്തെ കടുത്ത ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ്. അവിടേക്ക് ഈ ബ്രൂവറി വരുമ്പോൾ അവിടേക്ക് ഇഷ്ടം പോലെ വെള്ളം വാട്ടർ അതോറിറ്റി നൽകുമെന്ന് പറയുമ്പോൾ ഇന്നുകൂടി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു അത് എന്തായാലും നടപ്പാക്കും, ഒരു തടസ്സവുമില്ല, വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ വാട്ടർ അതോറിറ്റി അത് പറയുമ്പോൾ എവിടെ നിന്നാണ് ആ വെള്ളം കൊടുക്കുന്നത്? മലമ്പുഴയിൽ അങ്ങനെ കൊടുക്കാൻ വെള്ളമുണ്ടോ? ഇല്ല.
ഇല്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ വെള്ളമില്ല എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നു. ഇനി ഇതിൻ്റെ ശുപാർശയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2024 ഫെബ്രുവരി 2 എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയിൽ നികുതി എക്സൈസ് വകുപ്പിൽ ഈ ശുപാർശ വരുന്നത്. 14 എക്സൈസ് മന്ത്രിയുടെ മുന്നിലേക്ക് അത് വരുന്നു. അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ തേടുകയാണ്. ജൂൺ 20 ജോയിന്റ് സെക്രട്ടറിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. ജൂലൈ 3 അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിന് ഇത് കിട്ടുന്നു. അന്ന് തന്നെ അത് മന്ത്രിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. പിന്നീട് ഒരു ഗ്യാപ്പ് വരുന്നു, ഒരു നിശബ്ദതയുടെ കുറച്ച് ദിവസങ്ങൾ വരികയാണ്. പിന്നീട് വരുന്നത് ഒക്ടോബർ 18 തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ്. ഒക്ടോബർ 18 തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നു. 24 മന്ത്രി ഫയൽ അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് നൽകുന്നു. പ്രചാരണ കാലത്ത്, അതായത് നവംബർ 11 മുഖ്യമന്ത്രിയുടെ അംഗീകാരം ലഭിക്കുന്നു. പിന്നെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുഖ്യ സ്പോൺസറായത് ഒയാസിസ് ആണ് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിൽ സഭയിലേക്ക് നടത്തിയ മാർച്ചുണ്ടല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ. അതിലവർ പ്രധാനമായും ഉന്നയിക്കുന്നത് മുഖ്യ സ്പോൺസർ ഒയാസിസ് ആണോ എന്ന് സംശയിക്കുന്നു. അതിൻ്റെ തെളിവുകൾ അവർക്കില്ലായിരിക്കാം. പക്ഷേ ഈ നാൾ വഴികൾ നോക്കുമ്പോൾ ഏത് ഘട്ടത്തിലാണ് ഈ കാര്യങ്ങളിലേക്ക് എത്തിയതെന്നും വളരെ വേഗത്തിൽ ഇത് ഒപ്പിട്ട് ഫയൽ അംഗീകരിച്ച് നടപടിയാക്കിയതെന്നും ആലോചിക്കുമ്പോൾ അതിൽ ഒരു സംശയിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന്മേലുള്ള കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട്. സഭയിൽ പറയുമോ? സഭയിൽ പറയാൻ നാളെയും മന്ത്രി വരാൻ സാധ്യതയില്ല, സമ്മേളനകാലമാണെങ്കിൽ. അങ്ങനെ നാളെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ആരാണ് ഇതിൽ മറുപടി നൽകുക? അഥവാ ഇതിനുള്ള കൃത്യമായ മറുപടി കിട്ടുമോ? ആ മറുപടി ഇല്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒളിച്ചുകളിയുണ്ട്. ആ ബ്രൂവറി വരാൻ സമ്മതിക്കില്ല എന്ന് അവിടുത്തെ ജനം ഒരുമിച്ച് പറയുന്നു. അവിടുത്തെ CPI നിന്ന് വരെ എതിർ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ പ്രാദേശികമായി ചെന്താമരാക്ഷൻ എന്ന CPI നേതാവ് പ്രതികരിച്ചു കഴിഞ്ഞു. ഒരു തരത്തിലും അംഗീകരിക്കില്ല. ജനങ്ങൾ അവിടെ ഒറ്റക്കെട്ടാണ്. അവിടെ BJP എന്നും കോൺഗ്രസ് എന്നും അല്ലെങ്കിൽ CPM നേതൃത്വം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ CPM-ലെ തന്നെ ചില പ്രവർത്തകർ എതിരാണ്, പദ്ധതിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ജനം എന്ന നിലയ്ക്ക് അവർ ഒരുമിച്ചാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത്. ഒന്ന് BJP-യും വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി. പക്ഷേ ഇന്നിപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രതികരണം അവരെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒളിച്ചുകളി നടക്കുന്നുണ്ട്. വ്യക്തത വരുത്തേണ്ടതുണ്ട്. വരുത്താനുണ്ടെങ്കിൽ ആ വ്യക്തത വരുത്തണം. അഴിമതി ആരോപണം ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിതിനെ കാണുന്നത് ഈ ഒളിച്ചുകളി ആവശ്യമായി വരുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അത് തുറന്നു പറയുക തന്നെ വേണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒന്ന്, ഈ മദ്യനിർമ്മാണശാലകൾ കേരളത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ നമ്മളൊരു സദാചാര വിഷയമായിട്ട് കൂടിയാണ് അതിനെ എടുക്കുന്നത്. 99-ന് ശേഷം എന്തുകൊണ്ടാണ് കേരളത്തിൽ ബ്രൂവറികൾ ഒക്കെ ആ അടിസ്ഥാനത്തിൽ ലൈസൻസ് കൊടുക്കാൻ 98-ലാണെന്ന് തോന്നുന്നു അവസാനത്തെ ലൈസൻസ് കൊടുക്കുന്നത്. അത് നടപ്പിലാക്കുന്നത് AK ആൻ്റണിയുടെ കാലത്താണ് കേട്ടോ. 2003-ലാണ് മലബാർ ബ്രൂവറി എന്ന് പറയുന്ന ഒരു ബ്രൂവറി അന്ന് EK നയനാരുടെ മന്ത്രിസഭയിൽ ശിവദാസ മേനോൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ലൈസൻസ് കൊടുത്ത ബ്രൂവറിയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന മലബാർ ബ്രൂവറി എന്ന് പറയുന്നത്. അത് 2003-ൽ AK ആൻ്റണിയുടെ കാലത്താണ് അനുവാദം കിട്ടുന്നത് എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. മലബാർ ഡിസ്റ്റിലറി AK ആൻ്റണിയുടെ കാലത്താണ് 2003-ൽ. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ഈ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ നിർമ്മാണശാലകൾ കേരളത്തിലുണ്ടാവുന്നത് എന്തോ വലിയ പാപഭാരമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള മദ്യ വിഭവങ്ങൾ പുറത്തു നിന്ന് കൊണ്ടുവരുന്നത് നോക്കൂ. അതിൽ ഏറ്റവും കൂടുതൽ ബിയർ ഉൽപ്പാദനം കേരളത്തിൽ വളരെ കുറവാണ്. ഇപ്പോഴും കേരളത്തിൽ യുണൈറ്റഡ് ബിവറേജസ് പാലക്കാട് ഇതേ പറയുന്ന പ്രദേശത്തെ കഞ്ചിക്കോട് പ്രദേശത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. കിങ്ഫിഷർ അടക്കമുള്ള ബ്രാൻഡുകൾ അവിടെയാണ് അവരുടെ ബിയർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നു. അമൃത ഡിസ്റ്റിലറീസ് എന്ന് പറയുന്ന മറ്റൊരു ഡിസ്റ്റിലറി യൂണിറ്റ് ഇതേ പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ലാതിരിക്കുകയും 500 കിലോലിറ്റർ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രൂവറി പ്ലാന്റ്, 4 ഘട്ടങ്ങളിലായിട്ടുള്ള ബ്രൂവറി പ്ലാന്റ് 600 കോടി രൂപ മുടക്കിൽ നിർമ്മിക്കാൻ വരികയും ചെയ്യുമ്പോൾ അതിനകത്ത് 2-3 കാര്യങ്ങൾ സ്വാഭാവികമായും സംശയമുണ്ടാകും. എനിക്കതിനകത്ത് 2 കാര്യങ്ങളിലാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഒന്ന്, ഇത് ഒരു തദ്ദേശ അവിടേക്ക് വരുന്നൊരു വ്യവസായ സ്ഥാപനമാണ്. എന്തുകൊണ്ടാണ് എലപ്പുള്ളി പഞ്ചായത്തിനെ ഇക്കാര്യങ്ങൾ അറിയിക്കാതെ പോയത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, തദ്ദേശ വകുപ്പ് മന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ഒരേ ആളാണ് കൈകാര്യം ചെയ്യുന്നത് തന്നെ. തദ്ദേശ വകുപ്പിനെ സാങ്കേതികമായി അറിയിക്കണമെന്നില്ല. കാര്യം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി വ്യവസായ വകുപ്പ് അനുമതി നൽകുന്ന ഏതൊരു വ്യവസായ സംരംഭത്തിനും 3 വർഷം കഴിഞ്ഞ് മാത്രമേ പഞ്ചായത്തിന് അനുമതി കിട്ടേണ്ടതുള്ളൂ. അതാണ് സാങ്കേതികമായി അതിൽ പറയുന്നത്. പക്ഷേ അപ്പോഴും അത് കേവലം സാങ്കേതികത്വമാണെന്നിരിക്കെ ഇത്തരം വിഷയങ്ങളിൽ അവിടെ കർഷകരടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുമെന്നുള്ളത് സ്വാഭാവികമായി എല്ലാവർക്കും അറിയാമല്ലോ. കാര്യം ഇതിനു മുമ്പ് ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. നേരത്തെ ഒരു ബ്രൂവറി 2018-ലാണെന്ന് തോന്നുന്നു ഡിസ്റ്റിലറീസ് തുടങ്ങാനുള്ള ഒരു നീക്കത്തിനെതിരെ ശക്തമായി രമേശ് ചെന്നിത്തല തന്നെ ആരോപണം ഉന്നയിക്കുകയും അഴിമതി ആരോപണം ഉന്നയിക്കുകയും 3 യൂണിറ്റുകൾക്ക് അന്ന് അനുമതി നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് വലിയ പ്രാദേശിക പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തു. കാരണം അത് പ്രാദേശിക പ്രതിഷേധത്തെ തുടർന്നാണ്. അപ്പോൾ പ്രാദേശിക പ്രതിഷേധമുണ്ടായ ഒരു മുന്നനുഭവം
സർക്കാരിനുണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ഇക്കാര്യം തുറന്ന് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്ത് പഞ്ചായത്തിൻ്റെതടക്കമുള്ള വിശ്വാസം നേടിയെടുക്കാൻ കഴിയാഞ്ഞത്? കാര്യങ്ങൾ നേരിട്ട് പറയുക. ഒന്ന്, 600 കോടി രൂപ മുടക്കിൽ വരുന്ന ഒരു വലിയ വ്യവസായ സംരംഭമാണ് ഇത്. 1000-ലധികം പേർക്ക്, വിശിഷ്യ പാലക്കാട്ടെ കർഷകരെ സംബന്ധിച്ച് വളരെ ഗുണകരമായൊരു പ്രോജക്റ്റാണ്. കാര്യം ഇതിനകത്തെ മൾട്ടി ഫീഡ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അതുവഴി വരുന്ന ഒരുപാട് ഇപ്പം ബ്രോക്കൺ റൈസാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് പാലക്കാട്ടെ കർഷകരിൽ നിന്ന് സംഭരിച്ച് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപയോഗിക്കരുതെന്നാണ്. അല്ലല്ല, ബ്രോക്കൺ റൈസ് വേണം എന്നല്ല അത് പറഞ്ഞിരിക്കുന്നത്. ബ്രോക്കൺ റൈസ് വേണം ബ്രോക്കൺ റൈസ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അതേപോലെ മറ്റ് പദാർത്ഥങ്ങൾ, അതായത് വെജിറ്റബിൾ, ഉപയോഗശൂന്യമായ മറ്റു വെജിറ്റബിൾ, ഇതെല്ലാം ഫെർമെന്റ് ചെയ്യുന്നതിനും ഇത് ഡിസ്റ്റിൽ ചെയ്യുന്നതിനും ബ്രൂ ചെയ്യുന്നതിനും ബ്രോക്കൺ റൈസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം. അതായത് കർഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കർഷകർക്ക് ഗുണകരമായ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നം, ഇപ്പോൾ നമുക്കറിയാം തൊട്ടടുത്ത് പൊള്ളാച്ചി മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറി ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വിഭവങ്ങളെ അവിടെ ഉപയോഗിച്ചുകൊണ്ട് 600 കോടി രൂപ നിർമ്മാണ ചെലവിൽ ഒരു ബ്രൂവറി യൂണിറ്റ് സ്ഥാപിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ തൊഴിൽ സംരംഭം ഉണ്ടാകുന്നു. അതിനുമപ്പുറം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന മദ്യത്തിൽ GST ഭീമമല്ലേ? ആ GST ഒക്കെ പോകുന്നത് എവിടെയാണ്? മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ്. മധ്യപ്രദേശിലേക്ക് പോവുകയാണ് GST, മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ് ഈ പറയുന്ന GST. അതെന്തുകൊണ്ട് കേരളത്തിൽ നിർത്തിക്കൂടാ എന്നുള്ളതാണ് പ്രശ്നം. ഈ പണം ഉണ്ടെങ്കിലല്ലേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റൂ. ഇവിടുത്തെ ആശുപത്രികളിൽ നിങ്ങൾക്ക് കേവലം മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ, മരുന്ന് കൊടുക്കാൻ സാധിക്കൂ. കുടിശ്ശികയാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ പല മരുന്ന് നിർമ്മാണ കമ്പനികൾക്കും നമ്മുടെ സംസ്ഥാനത്ത് കുടിശ്ശികയാണ്, റേഷനിൽ കുടിശ്ശികയാണ്. അപ്പോൾ ഇതൊക്കെ തീർക്കുന്നതിന് സംസ്ഥാനം തനത് വിഭവം കണ്ടെത്തണമെന്ന് ഒരു ഭാഗത്ത് പറയുകയും, തനത് വിഭവം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായ ഒരു ബ്രൂവറി യൂണിറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ മുന്നിലേക്ക് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുകയും ചെയ്തു. നമുക്ക് ഏതെങ്കിലും തരത്തിൽ അഴിമതി ആരോപണമുണ്ടോ? അന്വേഷിക്കാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ ആരോപണം എന്തായിരുന്നു? ഒന്ന്, പൊളിഞ്ഞുപോയ ആരോപണമാണ്. ഒന്ന്, ടെൻഡർ വിളിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇത്തരമൊരു സംരംഭത്തിന് ടെൻഡറിൻ്റെ ആവശ്യമേ ഇല്ല. കാര്യം എഥനോൾ നിർമ്മാണത്തിനുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ഈ ഒയാസിസ് കമ്പനി എന്ന് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. മറ്റൊരു കമ്പനിയും ഈ പറയുന്ന പ്രോജക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ല. 2024 മദ്യനയം അല്ലല്ല, കേരളത്തിൽ നിന്ന് മാത്രമാണ് ഈ പറയുന്ന കേരളത്തിലെ അഡ്രസ് കൊടുത്ത് ഒയാസിസ് കമ്പനി ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ കൊടുത്ത് കേരളത്തിൽ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ലൈസൻസ് വാങ്ങിച്ചിരിക്കും. നമ്മുടെ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ 8 കമ്പനികൾക്ക് ലൈസൻസ്. എന്റെ സംശയം, ഈ കമ്പനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലും ലൈസൻസ് ഉണ്ട്. അല്ലല്ല, ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ അല്ല, തീർക്കട്ടെ. ഈ കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഉണ്ട്. മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇതിന് ലൈസൻസ് ഇല്ലേ? ഉണ്ടാവും. പഞ്ചാബിൽ ലൈസൻസ് ഇല്ലേ? പഞ്ചാബിൽ എപ്പോഴാണ് ലൈസൻസ് കിട്ടിയത്? അമരീന്ദർ സിംഗ് ഭരിക്കുന്ന സമയത്ത്, അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ലൈസൻസ് കൊടുത്ത കമ്പനി ഒയാസിസ് പഞ്ചാബിലെ പൂട്ടിപ്പോയി. പഞ്ചാബിൽ അതിനുശേഷം പൂട്ടി. ആം ആദ്മി പാർട്ടി വന്നപ്പോൾ അതിനുശേഷം വരുന്ന ഘട്ടത്തിലാണ് അത് പൂട്ടുന്നത്. ഹരിയാനയിൽ ഭരിച്ചിരുന്നത് ആരാ? ഒരു ഘട്ടത്തിൽ ഹരിയാനയിൽ വരുന്നത് ഇതേ കമ്പനി ഒയാസിസ് ആണ്. അല്ലല്ല, ആ സമയത്താണല്ലോ ഈ വിവാദം. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഈ 3 സ്ഥലങ്ങളിലാണ് ഒയാസിസ് കമ്പനിക്ക് ഈ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് പഞ്ചാബ് പൂട്ടിപ്പോയി. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിലാണ് ഈ വിഷയം വരുന്നത്. പാർലമെന്റിൽ ഈ വിഷയം വരികയും കേന്ദ്ര ജല കമ്മീഷനും കേന്ദ്ര പൊല്യൂഷൻ കമ്മീഷനും കൂടി ഒരു പരിശോധന അവിടെ നടത്തുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വലിയ പരിസ്ഥിതി വിനാശോടുണ്ടായെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പൂട്ടിപ്പോയത്. പിന്നെ ഈ കമ്പനിയാണ് ഡൽഹി എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത്. അതെ, അപ്പൊ ഈ കമ്പനി പ്രശ്നം എന്താ അറിയാമോ? ഇത് നമ്മുടെ ഒരു കോൺഗ്രസ് വേഴ്സസ് CPM ഇഷ്യൂ ആയിട്ട് അതല്ല, അങ്ങനല്ല. ഈ അതിനകത്തൊരു കാര്യം പറഞ്ഞ അതിൽ വിശദീകരണം ഇത്രയേ ഉള്ളൂ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് മറുപടിയായിട്ടല്ല പറയുന്നത്. ഞാൻ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞതിനുള്ള മറുപടിയായിട്ടാണ് പറയുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ, കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്തും അമരീന്ദർ സിംഗ് ഭരിച്ച പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്തും ഇതേ ഒയാസിസ് കമ്പനിക്ക് പ്ലാന്റ് ഉണ്ടാവുകയും ബ്രൂവറി അവിടെ പ്രവർത്തിച്ചിരിക്കുകയും ചെയ്തിരുന്നു. പഞ്ചാബിൽ അത് പൂട്ടിപ്പോയി, എന്നാൽ അത് രാജസ്ഥാനിൽ അത് ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഛത്തീസ്ഗഡിലുമുണ്ട്, മധ്യപ്രദേശിലുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിൽ പ്രവർത്തി
പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ്. അവർക്ക് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക ശേഷിയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. അവർ ചട്ടപ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലൈസൻസ് നേടിയിരിക്കുന്നു. ആ കമ്പനിക്ക് കേരളത്തിൽ വന്ന് ടെൻഡർ വിളിക്കാതെ ഈ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ ആ ലൈസൻസിന്റെ കുഴപ്പമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന എലപ്പള്ളി പഞ്ചായത്തിൽ ഇവർ വാങ്ങിച്ച 24 ഏക്കറിൽ ഇവർ 2023 പോയി കേന്ദ്ര സർക്കാരിൽ നിന്ന് 11/8/2023 പിന്നെ പ്ലാന്റിനുള്ള ലൈസൻസ് വാങ്ങിക്കുകയാണ്. ആ ലൈസൻസ് വാങ്ങിച്ച ഒറ്റ കാര്യം കൊണ്ട് ഞാൻ പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിന് ഈ പറയുന്ന ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഇത് റദ്ദാക്കാമെന്ന് ഞാൻ പറയുന്നത്. ആ ഡേറ്റിൽ ഒരു ഇതുണ്ട്. കാരണം 2023 2024 ഫെബ്രുവരി 9 ഈ പറഞ്ഞ അങ്ങ് സൂചിപ്പിച്ച എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഒയാസിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കാര്യം ചർച്ച ചെയ്തതിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടുന്നത്. അതായത് നമ്മൾ അനുമതി ഇപ്പം 16-ാം തീയതിയാണല്ലോ ഈ അനുമതി കൊടുത്തിരിക്കുന്നത് എത്തനോൾ കമ്പനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. അത് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ എത്തനോൾ കമ്പനി ആരംഭിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു ലൈസൻസ് സംഘടിപ്പിക്കുക? കാരണം ഇവിടെ ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡർ വെച്ചിരിക്കുന്നത് ഈ സാധനങ്ങളൊന്നും തുടങ്ങാൻ കഴിയില്ല എന്നുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു പറഞ്ഞാൽ അവിടെ പോയി എങ്ങനെ ഒരു ലൈസൻസ് വാങ്ങിക്കാം? കേന്ദ്ര സർക്കാരിന്റെ അനുമതി എങ്ങനെയാവുന്നത്? നിങ്ങൾക്ക് നോക്കൂ, അത് കേരള സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം കേരള സംസ്ഥാന സർക്കാരിന് ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും ആ മദ്യനയം മാറിയില്ലെങ്കിൽ അനുവദിക്കാൻ കഴിയില്ല. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലെങ്കിൽ ഇവിടെ ആ കമ്പനിക്ക് ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ കൊടുക്കാൻ കഴിയില്ല. അല്ലെന്നേ കേന്ദ്ര സർക്കാരിലേക്ക് പോയിട്ട് ചാരായം നിരോധിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഞങ്ങളൊരു ചാരായ പ്ലാന്റ് ക്ലാരിഫിക്കേഷൻ ഇതാണ്. എഥനോൾ നിർമ്മിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഒരു സ്ഥാപനത്തിന് സംസ്ഥാന സർക്കാരിന്റെ പെർമിഷൻ നേടാൻ പറ്റും? ഇല്ല, പറ്റില്ല. ഗുജറാത്തില് മദ്യ നിരോധനമാണുള്ളത്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാൻ തുടങ്ങാൻ പറ്റില്ല. അതെങ്ങനെയാ പറ്റാത്തത്? അവിടുത്തെ നിയമം നിലനിൽക്കുന്നു ആണല്ലോ. അവിടെ നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമവും ബാധകമാണ്. അതായത് ഒരു സംസ്ഥാനത്ത് ഒറ്റ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കും. ഇത് കേൾക്കൂ, എന്റെ ചോദ്യം ഇതാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോ ലൈസൻസോ ഇല്ലാതെ കേരളത്തിൽ ഒരു കമ്പനിക്ക് ബ്രൂവറിംഗ് യൂണിറ്റ് തുടങ്ങാനുള്ള ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റുമോ? അല്ല, അത് തന്നെയാണല്ലോ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതല്ലേ ഞാൻ എന്താണ് കേന്ദ്ര സർക്കാർ അനുമതി? പെട്രോളിയം കമ്പനി എഥനോൾ നിർമ്മിക്കാനാണ് അനുമതി. എഥനോൾ യൂണിറ്റ് നിർമ്മിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള പ്രോജക്റ്റുകൾ അത് നിർമ്മിക്കുന്നത്. എഥനോളിനാണ് പെർമിഷൻ വേണ്ടത്. എഥനോളിന്റെ പെർമിഷനുള്ള കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ ആദ്യം നേടണം. അതിനുശേഷം മാത്രമേ ഒരു സംസ്ഥാനത്ത് നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ കഴിയൂ. ആ പെർമിഷൻ കേന്ദ്ര സർക്കാരിന്റെ ഇല്ലെങ്കിൽ ആ ഒറ്റ കാരണം പറഞ്ഞാൽ കമ്പനിക്ക് അനുമതി നിഷേധിക്കാം. ഇവിടെ ഈ ഉത്തരവ് വളരെ വ്യക്തമായി നോക്കൂ. 2ാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മറുപടി പറഞ്ഞിട്ട് ഇതാണ് കേൾക്കൂ. ആ മറുപടി ഇതും കൂടി ഞാൻ വായിച്ചിട്ട് ഞാൻ പറയാം. നോക്കൂ, നമുക്ക് ക്ലാരിറ്റി ആണല്ലോ വേണ്ടത്. ആ ക്ലാരിറ്റി ഇതാണ്. ആ ഓർഡറിൽ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്. ഈ കമ്പനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും ഈ രീതിയിൽ മൾട്ടിഫീഡ് പ്രൊജക്റ്റ് തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭമാണെന്നും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഓയിൽ കമ്പനികൾ വിളിച്ച ടെൻഡറിൽ എഥനോൾ ഉൽപ്പാദനത്തിന് പരിചയസമ്പന്നരായ സംരംഭകരുടെ ലിസ്റ്റിൽ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും എന്ന് പറഞ്ഞാൽ അതിന് കേരള സർക്കാരിന്റെ അനുമതി ആവശ്യമില്ല. കേന്ദ്ര സർക്കാരിനെ എഥനോൾ നിർമ്മിക്കുന്നതിനുള്ള കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ആ പെർമിഷൻ എന്റെ കൺസേൺ അത് മാത്രമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള അനുമതി അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പട്ടികയിൽ ഒയാസിസ് കമ്പനി പെട്ടതും കേരള സർക്കാരിന്റെ തീരുമാനവും അതിനെ തുടർന്നു വന്നതാണ്. അത് പരസ്പര വിരുദ്ധമല്ല. ഇനി ഞാൻ പറയട്ടെ. അതായത് കേന്ദ്ര സർക്കാരിലേക്ക് പോയിട്ട് ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ കേരളത്തിലൊരു എക്സിക്യൂട്ടീവ് ഓർഡർ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഡിസ്റ്റിലറിയും ബ്രൂവറിയും ഒന്നും അനുവദിക്കില്ല എന്ന്. ആ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ അവിടെ അഡ്രസ്സ് കൊടുത്തിട്ട് ഞങ്ങൾ ഇതാ ഇവിടെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെറ്റർ ഓഫ് എക്സ്പ്രഷനിൽ തന്നെ കൃത്യമായി കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ അഡ്രസ്സിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ, ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ അത് ചെയ്യാൻ കഴിയും ഭാവിയിലെന്ന് എന്ത് ഉറപ്പാണ് ഈ കമ്പനിക്ക് കിട്ടുന്നതെന്ന് അതിന്റെ ചോദ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നിയമത്തിൽ ബാധകമാണ്. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതാണ് എങ്ങനെയായിരിക്കും ഇവര് ദിവ്യദൃഷ്ടി കൊണ്ടാണോ ഭാവിയിൽ കേരളത്തിൽ അനുമതി
അനുമതി കിട്ടും എന്നതിന്റെ പേരിൽ ഒരു ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് താങ്കളുടെ concern. ആദ്യം സർക്കാർ ഞാൻ ഓർഡറാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ ലിസ്റ്റ് ചെയ്യണം. അല്ല, കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടാനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ് എന്ന് പറഞ്ഞ കേരളത്തിലാണ്. കേരളത്തിൽ ഇതിന് സാധ്യതയില്ലല്ലോ. കാരണം നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം ഡിസ്റ്റിലറിയോ ബ്രൂവറിയോ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രവുമല്ല നിങ്ങൾ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? എത്തനോളും അല്ല. ഒന്നാം ഘട്ടത്തിൽ എന്താണുള്ളത്? ബോട്ടിലിംഗ് ആൻഡ് ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ടിലിംഗിനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഒന്നാം ഘട്ടം കൊടുത്തിരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ, കേന്ദ്ര സർക്കാർ ഏത് വിഭാഗത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കമ്പനിയെ? ഡിസ്റ്റിലറിംഗ് യൂണിറ്റ്, ബ്രൂവറിംഗ് യൂണിറ്റിന്റെ വിഭാഗത്തിലാണോ? അല്ല, എത്തനോൾ ബേസ്ഡ് ഓയിൽ പ്രോഡക്റ്റിലാണ്. കേരളത്തിൽ തടസ്സമാണോ? അല്ല, അങ്ങനെയാണ് തടസ്സമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു സാധനങ്ങളിനകത്തും ഇത് എത്തനോൾ ബ്രാൻഡോ ബ്രൂവറിയോ പിന്നെ വൈൻ ബ്രൂവറിയോ അങ്ങനെ അത്തരത്തിലുള്ള ഡിസ്റ്റിലറിയോ ഒരു കാര്യവും അനുവദിക്കത്തില്ല. എക്സിക്യൂട്ടീവ് ഓർഡർ ഉള്ളത് 1999 ഓർഡിനകത്ത് എത്തനോളുമായി ബന്ധപ്പെട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇതിലെ പ്രശ്നം ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്, പ്രേക്ഷകർ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് 1999 എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം ഒരു എഥനോൾ യൂണിറ്റ് നിർമ്മിക്കുന്നതിന് കേരളത്തിലെ മേൽവിലാസത്തിൽ ഒരു കമ്പനിക്ക് കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിക്കുന്നതിന് ഒരു സാങ്കേതിക തടസ്സവുമില്ല. അതിനകത്ത് ഒരു ആരോപണം നമുക്ക് വേണമെങ്കിൽ പറയാം. ഭാവിയിൽ വരാൻ പോകുന്ന ബ്രൂവറി യൂണിറ്റിന് വേണ്ടി 24 ഏക്കർ നേരത്തെ വാങ്ങിച്ചു, അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പെർമിഷൻ കിട്ടി. പക്ഷേ ഇതിനകത്ത് ക്ലാരിറ്റി വന്നു. എന്റെ വാദം തീർന്നില്ല. എന്റെ വാദത്തിനിടയ്ക്ക് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത്ര ക്ലാരിറ്റി വന്നതേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം അഴിമതി, അത് നിലനിൽക്കില്ല. രണ്ടാമത്തത്, ഈ പറയുന്ന 2003 AK ആന്റണിയുടെ കാലത്ത് 1998 ശിവദാസ മേനോൻ ഉത്തരവ് കൊടുത്ത ഒരു കമ്പനി ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, കമ്മീഷണറുടെ എക്സൈസ് കമ്മീഷൻ അനുമതിയോടുകൂടി. അന്ന് AK ആന്റണിയാണ്. അതാണ് മലബാർ. പക്ഷേ അത് 98 99 മുമ്പ് തുടങ്ങിയപ്പോൾ 2003 ആ 2003 98 ഈ അനുമതി കൊടുത്തത്. അല്ല, അനുമതി നിങ്ങൾക്ക് റദ്ദാക്കാമല്ലോ. അനുമതി റദ്ദാക്കാം. അല്ല, 98 ആ എഗ്രിമെന്റ് പ്രകാരം 2003 ഇത് അനുവദിച്ചു എന്ന് പറയുന്നത് ഭാഗമല്ല. പുതിയ സർക്കാരിന് നയമല്ലാത്തതുകൊണ്ട് ആ അനുമതി ക്യാൻസൽ ആക്കുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ KMR-ന്റെ നമ്മൾ ഈ പറയുന്ന ഇതുണ്ടല്ലോ, കരിമണൽ ഖനനത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അനുമതിയുടെ പേരിലാണല്ലോ പിന്നീട് പിണറായി സർക്കാർ അനുമതി കൊടുക്കാൻ തീരുമാനിച്ചത്. അതാണ് നിങ്ങൾക്ക് റദ്ദാക്കാൻ പറ്റുന്നത്. അന്നാ നിയമത്തിൽ റദ്ദാക്കിയിട്ടില്ല. 1998 EK നായരുടെ മന്ത്രിസഭാ കാലത്ത് ശിവദാസ മേനോൻ കൊടുത്ത ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ AK ആന്റണിയുടെ കാലത്ത് ഒരു ബ്രൂവറി കമ്പനി വരുന്നു. സർക്കാരിന്റെ പുതിയ AK ആന്റണി സർക്കാരിന്റെ പുതിയ മദ്യനയം അനുസരിച്ച് ബ്രൂവറി അല്ല, ഞാൻ ചോദിക്കുന്നത് അതെങ്ങനെയാണ്? അതൊരു നിയമപ്രശ്നമല്ലേ? അതൊരു നിയമപ്രശ്നമല്ലേ? നിങ്ങൾക്ക് 1999 മുമ്പ് നിലവിലുള്ള എങ്ങനെ മദ്യനയമാകും? 1998 നിങ്ങൾ ഒരു കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിന്റെ പ്രകാരം അവർ തുടങ്ങുന്നത് 2003 അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ബ്രൂവറികൾ തുടങ്ങണം. എല്ലാം റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. സർക്കാരിന് തീരുമാനിക്കാമല്ലോ. അല്ല, അങ്ങനെയൊക്കെ തീരുമാനിക്കാം. പക്ഷേ ഞാൻ എന്റെ സമയം തീരട്ടെ, അങ്ങയുടെ സമയത്ത് കഴിഞ്ഞല്ലേ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ അങ്ങേ ഇടയ്ക്കിടപെടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ അനുവദിക്കുന്നത് ആ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി മാത്രമാണ്. തുടർന്ന് അങ്ങേക്കുള്ള സമയത്ത് അങ്ങേക്ക് വിയോജിക്കാം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ജലലഭ്യതയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ജലലഭ്യതയെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. കാര്യം ഈ ഉത്തരവിൽ പറയുന്നത് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുത്തുകൊള്ളാമെന്നും പിന്നീടാണ് ജലസംഭരണിയുടെ കാര്യം, മഴവെള്ള സംഭരണിയുടെ കാര്യം പറയുന്നത്. മഴവെള്ള സംഭരണിയെക്കുറിച്ചാണ് ഇന്ന് MV ഗോവിന്ദ മാഷ് പറയുന്നത്. മഴവെള്ള സംഭരണിയെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചാണ് ഇത് നിൽക്കുന്നതെങ്കിൽ എനിക്കതിനോട് യോജിപ്പില്ല. നമ്പർ 1. കാര്യം ആ പ്രദേശത്ത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഭൂഗർഭ ജലവിധാനത്തിൽ ചിറ്റൂർ മേഖലയിലാകെ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഈ എലപ്പുള്ളിയിൽ മാത്രമാണ് അല്പമെങ്കിലും ഉയർന്നു നിൽക്കുന്നത്. പ്രദേശമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് മഴവെള്ള സംഭരണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഇനി വരണം. 5 ഏക്കർ സ്ഥലത്താണ് മഴവെള്ള സംഭരണി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിയില്ല. കാര്യം ഈ ഫയൽ നോട്ടുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ കയ്യിലാകെയുള്ളത് 3 കടലാസുകളാണ്. ഒന്ന് ഗവൺമെൻറ് ഉത്തരവ്, ഒന്ന് ഈ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന കത്ത്. ആ കത്തിലും എഥനോൾ തുടങ്ങാനാണ്, എഥനോൾ ഓയിൽ പ്ലാന്റ് തുടങ്ങാനാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 3 നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി ഒരു ഡീറ്റെയിലിംഗ് നമ്മുടെ കയ്യിലില്ല. ഈ 24 ഏക്കറിൽ വരാൻ പോകുന്ന യൂണിറ്റ് എങ്ങനെയാണ്, അവിടെ മഴവെള്ള സംഭരണിയാണോ, ഇക്കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, അത് മലമ്പുഴയിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളത് ഒരു ഭാഗികമായി ശരിയാണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം കിൻഫ്രയിലേക്ക് പോകുന്ന വെള്ളം എന്ന് പറയുന്നത് മലമ്പുഴയിൽ നിന്നുള്ള വെള്ളമാണ്. പക്ഷേ അതിന് ഹൈക്കോടതി ഉത്തരവുണ്ട്. ആ ഹൈക്കോടതി ഉത്തരവ് എന്താ? കൃഷി ആവശ്യത്തിന് ശേഷം മാത്രമേ ഉപയോഗിക്കൂ. കുടിവെള്ളത്തിനും ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കാവൂ. ഇപ്പോൾ കഞ്ചിക്കോട് വ്യാവസായിക ആവശ്യത്തിന് ഈ മലമ്പുഴ വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ?
ഉണ്ടോ? പിന്നെ ഉപയോഗിക്കാതെയാണ് പിന്നെ എത്ര ഉപയോഗിക്കുന്നത് അറിയാമോ? ഒരു ദിവസം 2 കോടി ലിറ്ററാണ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ദിവസം 2 കോടി ലിറ്റർ. ഇതിന് വേണ്ടത് എത്ര? 2 ലക്ഷം. 2 ലക്ഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ 10 പോലും ഈ ബ്രൂവറിക്ക് 100 പോലും ബ്രൂവറിയുടെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. അപ്പോൾ അതും ആ അർത്ഥത്തിൽ ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്ത് ഒരു 600 കോടിയുടെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ആ പ്രോജക്റ്റിൻ്റെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കണം, ആശങ്കകൾ പരിഹരിക്കണം. അതിന് സർക്കാർ ഓപ്പണായി ഡിസ്കസ് ചെയ്യാണ് വേണ്ടത്. പഞ്ചായത്തുമായിട്ട് ഒരു ഒളിച്ചുകളി നടത്തിയത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പക്ഷേ അപ്പോഴും ഞാൻ ഈ പ്ലാന്റിനെ സ്വാഗതം ചെയ്യുന്നു. കാര്യം വലിയ ഭീമമായ GST നഷ്ടം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇതുകൊണ്ട് കേരളത്തിൽ മദ്യം ഒഴുക്കുമെന്നുള്ളൊരു വാദം നിങ്ങൾക്കുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ 5 പേർക്കും അതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, മദ്യമൊഴുക്കുമായിട്ട് ഇതിവിടെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഞാൻ എൻ്റെതായ രീതിയിലുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അത് എൻ്റെ ഒരു കൺസേൺ ആണ് ഞാൻ ഈ പറയുന്നത്. ആ ആരോപണം ശരിയല്ലെന്നാണ് എൻ്റെ പക്ഷം. കാര്യം നിലവിൽ കേരളത്തിലേക്ക് വരുന്ന മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനികളെല്ലാം തന്നെ അതേപടി വൻ ലാഭം ഉണ്ടാക്കുന്നു. കർണാടകയിലെ ലാഭം, കർണാടകയിലെ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കുന്നതിൽ കേരളത്തിൽ ആർക്കെങ്കിലും അതൃപ്തിയുണ്ടോ? കർണാടകയും ഗോവയുമാണ് ലാഭം അടിച്ചുകൊണ്ട് പോകുന്നത് മുഴുവൻ. അത് കേരളത്തിൽ GST കിട്ടുന്നത് കൊണ്ട് ആർക്കാണ് വിഷമം? അതൊന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലവസരങ്ങൾ നമുക്ക് കിട്ടുന്നില്ലേ? ആ തൊഴിലവസരങ്ങൾ ആരെ കാണാതെ പോകുന്നത്? അതൊരു പ്രധാനപ്പെട്ട വിഷയം. അത് പ്രധാനപ്പെട്ട വിഷയം. വെള്ളം കിട്ടാതെ പോയ നിങ്ങളൊരു കാര്യം സ്ഥാപിച്ചാൽ പോകുന്നത് ചർച്ച വേണ്ടേ? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. എന്റെ സുഹൃത്തെ, സമയം തരൂ ഉണ്ണി ബാലകൃഷ്ണൻ. ഞാൻ അങ്ങേക്ക് സമയം നിങ്ങൾ സംസാരിച്ചു. അല്ലെ, ഒരു ഒറ്റ പോയിന്റ് കൂടി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തീർക്കാനുള്ളതാണ്. അതിൽ മദ്യം ഒഴുക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ 390 മറ്റോ ബിവറേജസുകളാണ് ഉള്ളത് അല്ലേ? 3890 ഉണ്ട്. എവിടെയാ? കർണാടകയിൽ. അവിടെ മദ്യം ഒഴുക്കുന്നതും ഈ പ്രശ്നങ്ങളും ഒന്നും ആ അർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതുകൊണ്ടല്ല. ഇതിവിടെ എന്താ പ്രശ്നം? അടിസ്ഥാനമായി ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മദ്യനയം മാറിയേ മതിയാകുമെന്ന് നമ്മളടക്കം ചർച്ച ചെയ്തതാണ്. പബ്ബുകൾ തുടങ്ങണം, ഈ IT പാർക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ടൂറിസം സെക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിലൊക്കെ നമ്മളുടെ മലയാളികളെ ബാധിച്ചിരിക്കുന്ന കപട സദാചാരത്തെ മാറ്റിമറിച്ചുകൊണ്ട് വ്യക്തവും സുതാര്യവും ആരോഗ്യകരവുമായൊരു മദ്യനയം സംസ്ഥാനത്തിന് വേണം. ആ മദ്യനയത്തിൻ്റെ ഭാഗമായി പബ്ബുകൾ തുടങ്ങുമ്പോൾ സാങ്കേതികമായി നമുക്ക് ഇവിടെ ബ്രിവറി ഇല്ലെങ്കിൽ അത് പ്രവർത്തിക്കാൻ കഴിയില്ല. 2 ദിവസത്തിൽ കൂടുതലൊന്നും ഈ പിക്ചറുകളിൽ സൂക്ഷിക്കുന്ന വലിയ ക്യാനുകളിൽ കൊണ്ടുവരുന്ന ബീറുകളൊന്നും ഒരു പബ്ബിലും സൂക്ഷിക്കാൻ കഴിയാത്ത സാങ്കേതിക പ്രശ്നമുണ്ട്. കർണാടകയിലും ഗോവയിലും ഡൽഹിയിലും ഒക്കെ അങ്ങനെ അത് പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലാക്കാതെ നമ്മൾ അതിനെ എതിർത്തതുകൊണ്ട് കാര്യമില്ല. എന്നാൽ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ മാറേണ്ടതുണ്ട്. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നിയമസഭയിൽ കൃത്യമായും വ്യക്തമായും തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. അത് പുറത്തും പറയാമായിരുന്നു. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എണ്ണി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന സംശയങ്ങൾ ദൂരീകരിക്കുമായിരുന്നു. വളരെ കുറച്ച് വെള്ളമേ വേണ്ടൂ. നേരത്തെ ഒഴുക്കിയ വെള്ളം അത്രയും വേണ്ട, ഇതിൽ ബ്രൂവറിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ടല്ലോ. കുടിവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ ഒന്ന് 50% നിന്ന് 100% പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാവില്ല. അടിസ്ഥാനപരമായ പ്രശ്നം പാലക്കാട് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. കഴിഞ്ഞ ദിവസം തന്നെയാണ് ചർച്ച ചെയ്തത്. പാലക്കാട് കുടിവെള്ളം കിട്ടാത്തിടത്ത് ഈ പദ്ധതി വരുമ്പോൾ വാട്ടർ അതോറിറ്റി അവരെ പഞ്ചിച്ചു എന്നെങ്ങനെയാണ് പറയുന്നത്? അരുൺ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് എനിക്ക് അരുണോട് യോജിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എലപ്പുള്ളി പഞ്ചായത്തുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഈ പറഞ്ഞ ഓർഡർ വരുന്നതിന് മുൻപ് വേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതി. പക്ഷേ അതിനകത്തും ഒരു പ്രശ്നമുണ്ട്. ഈ ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കി എന്ന് പറയുന്നത് പഞ്ചായത്തിൽ ഈ ഫയലുകൾ കെട്ടിക്കിടക്കാതിരിക്കുക എന്നുള്ള ആവശ്യം കൊണ്ടാണ്. എല്ലാ കമ്പനികളും പ്രത്യേകിച്ച് വലിയ കമ്പനികളെല്ലാം വന്നത് സംസ്ഥാനത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർ എന്നൊരാലോചിക്കുക എത്ര പെട്ടെന്ന് ഇതിൻ്റെ അനുമതികൾ കിട്ടും എന്നുള്ളത് മാത്രമാണല്ലോ. അതുകൊണ്ടാണ് ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തി. അതിന് പഞ്ചായത്തിൽ പോയി പെർമിഷൻ കൊടുത്തിട്ട് നിങ്ങൾ വരുമോ എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ എത്തനോൾ പ്ലാന്റിൻ്റെ അനുമതി കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടിയാൽ മാത്രമാണ് കേരളവുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ എത്തനോൾ പ്ലാന്റിൻ്റെ അനുമതിയായി ബന്ധപ്പെട്ടിട്ട് ഈ ബ്രൂവറിക്കും ഡിസ്റ്റിലറിക്കും അതുപോലെ തന്നെ ബോട്ട്ലിംഗ് പ്ലാന്റിനൊന്നും ബന്ധമില്ലാന്ന്. ഈ എത്തനോൾ പ്ലാന്റിൻ്റെ അനുമതി എന്തിനാണ് ബോട്ട്ലിംഗ് പ്ലാന്റ് ഉണ്ടാക്കാൻ? ഈ ഒന്നാം ഘട്ടം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഒന്നാം ഘട്ടം നടപ്പിലാക്കുന്ന എന്താണ്? ബോട്ട്ലിംഗ് പ്ലാന്റും ഈ പറഞ്ഞ ബ്രൂവറിയും ഡിസ്റ്റിലറിൻ്റെയും ബോട്ട്ലിംഗ് പ്ലാന്റ്. അവിടെ എന്താ നടക്കുക? അവിടുന്ന് സ്പിരിറ്റ് ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരും, അതിൻ്റെ റോ മെറ്റീരിയൽ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരും, ഇവിടുന്ന് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് കുപ്പികളാക്കി വെക്കും. എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ സ്പിരിറ്റിന് ഞാൻ അന്വേഷിച്ചായി പറയുന്നത് 1 ലിറ്റർ സ്പിരിറ്റ് മദ്യമാക്കണമെങ്കിൽ 6 ലിറ്റർ വെള്ളം കൂടെ കൂട്ടിയാൽ മതിയായി.
അങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സംവിധാനം ഉണ്ടോ? അതിൻ്റെ സംവിധാനമില്ലല്ലോ. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ 2 കോടി ലക്ഷം ലിറ്റർ വെള്ളം പിന്നെ പാലക്കാട് നിന്ന് എടുത്തിട്ടാണ് അവിടെയുള്ള ബിയറും പിന്നെ കിങ് ഫിഷറൊക്കെ ബിയർ ഉണ്ടാക്കി പുറത്തേക്ക് വെക്കുന്നത്. ആ ഏരിയയിൽ മുഴുവൻ അങ്ങനെ അവിടെ എന്ന് പറഞ്ഞാൽ ആ ഏരിയ ജില്ലയിൽ ഒരു വ്യവസായം ഇല്ല എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ വരുന്നത്. അങ്ങനെയൊന്നുമല്ല. പാലക്കാട് നല്ല രീതിയിൽ വ്യവസായമുണ്ട്. അവിടെ വെള്ളം കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന വ്യവസായം കോളയും പെപ്സി ഉണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മളൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. കേരളത്തിൽ ഒരു വ്യവസായം വരാൻ സമ്മതിക്കുന്നില്ല. ഒറ്റ വാക്കാണ് അഴിമതി. അഴിമതി. ഈ കാര്യത്തിൻ്റെ അകത്ത് എവിടെ അഴിമതി ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയത്? 3 ദിവസമായാലും അഴിമതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ സമയം വരെ അഴിമതി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാക്ക് പറയാൻ പാടില്ലല്ലോ. ഈ പറയുന്ന ഫയൽ നീങ്ങിയ സമയത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞില്ലേ? ഫയൽ നീങ്ങിയ സമയത്തെക്കുറിച്ച്. അതിന് ഫയൽ നീങ്ങിയ സമയത്ത് എന്താ അഴിമതി? സമയത്തിന് പറഞ്ഞിട്ട് അഴിമതി ഉണ്ടോ? അഴിമതി എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലായി അഴിമതി എന്ന് ഉദ്ദേശിക്കുക? അഴിമതി ഉദ്ദേശിക്കുന്നത് ആരുടെയും കയ്യിൽ പണം വാങ്ങി എന്തെങ്കിലും സംവിധാനം ചെയ്തു കൊടുക്കുക, എന്തെങ്കിലും നടപടി, അങ്ങനെ തെളിവുണ്ടോന്ന്. ഫയൽ നീങ്ങി അത് പെട്ടെന്ന് നീങ്ങി ഉണ്ടാവും. ചിലപ്പോൾ അത് സർക്കാരിന്റെ തീരുമാനമല്ലേ? സർക്കാർ 2 അപേക്ഷിക്കുന്നു, ജൂൺ മാസത്തിൽ കിട്ടുന്നു. അല്ല, ഞാൻ പറയുന്നത് സർക്കാരിന്റെ തീരുമാനമല്ലേ? ആ സർക്കാരിന്റെ തീരുമാനം അനുസരിച്ചിട്ട് ആ സംവിധാനമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. എന്താണ് ഫെബ്രുവരി 2-നാണ് ആദ്യം പോകുന്നത്. പിന്നെ അത് നവംബർ 11 ഈ പ്രചാരണ കാലത്താണ് അതിന് അംഗീകാരം കൊടുക്കുന്നത്. അല്ല, അതിന്റെ ആ ദിവസങ്ങളിലൊക്കെ ഒരു വേഗവും ചില സമയത്ത് നിന്നതും ഒക്കെ ഉണ്ട്. അത് കോമൺ അല്ലേ? അത് കോമൺ അല്ലേ? ഫെബ്രുവരി 12 കൊടുത്ത് 25-ാം തീയതി ഒരു അനുമതി കൊടുക്കുകയല്ലോ ചെയ്തത്. ഫെബ്രുവരി കൊടുത്താൽ നവംബറിലല്ലേ അനുമതി കൊടുക്കുന്നത്? അല്ലെ, ഫെബ്രുവരിയും നവംബറും തമ്മിൽ എത്ര മാസം? 8 മാസത്തെ വ്യത്യാസമാണ്. 8 മാസത്തെ വ്യത്യാസത്തിന്റെ ഇടയ്ക്ക് ഒരു അനുമതി കൊടുക്കാൻ കേരള സംസ്ഥാനത്ത് ഏത് പ്രൊജക്ട് നടക്കുക? അത് വൈകുന്ന 8 വർഷം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ട് പിന്നാലെയാണ് അതിന് വേഗം വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷമാണ് അതിന് വേഗം വെക്കുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് അതിന് മുമ്പ് കുറച്ചു നേരം അത് നിങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു? നോക്കൂ, ഇത് ജൂലൈ 3 അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകന്റെ അടുത്ത് കിട്ടിയ ശേഷം അത് മന്ത്രിയുടെ മുന്നിലേക്ക് വന്ന ശേഷം പിന്നെ അതിൽ കുറെ നേരത്തേക്ക് അനങ്ങിയിരുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയമാണ്. ഇതിൽ മറുപടി കിട്ടിയിട്ടില്ല. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം ഇതാണ്: ഒക്ടോബർ 18 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം 24 മന്ത്രി ഫയൽ അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയാണ്. ഈ പ്രചാരണ കാലത്ത് നവംബർ 10 മുഖ്യമന്ത്രി അംഗീകാരം. അങ്ങനെയാണെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത പാർലമെന്റ് ഇലക്ഷൻ ഫെബ്രുവരി 12-ാം തീയതി ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് മത്സരിച്ചു പോകുന്നതും ബൈ ഇലക്ഷൻ വരുമെന്ന് അറിയാമായിരുന്നു? ഇല്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് ആരോട് ഒറ്റ കാര്യം എന്താണെന്നറിയോ? ഈ സാങ്കേതികത്വം പറയുമ്പോൾ ഒരു കമ്പനി കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാൻ എൻ്റെ ആ ഒറ്റ ആംഗിൾ മാത്രമേ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. കേരളത്തിന് പുറത്തുള്ള ഒരു കമ്പനി കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്നു. അവരാദ്യമേ ചീഫ് സെക്രട്ടറിനെ വന്ന് കാണുന്നു. അവർ വന്നിട്ട് അതിനൊരു പ്രപ്പോസൽ ചോദിക്കുന്നു. പ്രപ്പോസലിന് എന്തെങ്കിലും ചിലപ്പം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അനുമതി നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങളത് അതിനുമായിട്ട് മുന്നോട്ട് പോകും. ഒരു ഇപ്പോൾ എത്തനോൾ പ്ലാന്റോ ഏത് പ്ലാന്റോ ആവട്ടെ, ഒരു ചീഫ് സെക്രട്ടറി എടുത്തു ഇതൊന്നും കേരളത്തിൽ നടപ്പിലാവില്ലെന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? അങ്ങനെ പറ്റുമല്ലോ. അവിടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടാവാം. ചോദിച്ചതിന് അവർക്ക് അനുമതി കിട്ടിയോ വാക്കാലോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. പാലക്കാട് ലാൻഡ് വാങ്ങുന്നു. പാലക്കാട് ലാൻഡ് വാങ്ങിയാൽ പിന്നെ എന്താണ്? എത്തനോൾ പ്ലാന്റോ ഈ ബിവറേജസോ എന്ത് സംവിധാനം തുടങ്ങുകയാണെങ്കിൽ അവർ കേന്ദ്ര ഗവൺമെൻറ് അനുമതിക്ക് പോവാണ്. അവർ സ്വന്തം മേടിച്ച സ്ഥലം, അവരൊക്കെ കമ്പനിയുടെ പേരിലുള്ള സ്ഥലം കേന്ദ്രത്തിൽ പോയി അനുമതി മേടിച്ചുകൊണ്ട് വരുന്നു. മേടിച്ചുകൊണ്ട് പുതിയ കമ്പനിക്ക് ഇവിടെ പെർമിഷന് വേണ്ടി കൊടുക്കുന്നു. പെർമിഷന് കൊടുക്കുമ്പോൾ കേരള സർക്കാരിൻ്റെ അവരുടെ മദ്യനയത്തിന് അനുകൂലമായിട്ടാണല്ലോ അവർ ഈ പിന്നെ അനുകൂല റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ അനുകൂല റിപ്പോർട്ടിന് മേലെ അവർ കമ്പനി തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ ആ കമ്പനി തുടങ്ങാൻ പോകുന്ന 2 കാര്യങ്ങളാണ് പ്രതിപക്ഷം പറഞ്ഞു. ഒന്നെന്താണ്? അഴിമതിയാണെന്ന് പറഞ്ഞു. അഴിമതിക്ക് എന്തെങ്കിലും രേഖയുണ്ടോ? എന്തെങ്കിലും രേഖയുണ്ടോ? രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്? ജലചൂഷണമെന്ന് പറയുന്നു. ആ സർക്കാർ പറയുകയാണ് നിങ്ങൾ പിന്നെ കുഴൽക്കിണറിൽ നിന്നോ ഭൂഗർഭ ജലം എടുക്കുന്നില്ല, അത് പിന്നെ ജലസംഭരണിയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. സർക്കാർ പറഞ്ഞാൽ അങ്ങനെ മഴയത്തൊന്നും വെള്ളം എടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് എവിടുത്തെ ന്യായമാണ്? അത് എങ്ങനെയാണ് എടുക്കുന്നത്? അവരല്ലേ തീരുമാനിക്കുന്നത്, സർക്കാരിലെ തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ് വെള്ളം കൊടുക്കേണ്ടതെന്ന്. അതിൽ പിന്നെ അടുത്ത ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരികയാണ്. പാലക്കാട് മുഴുവൻ വെള്ളക്ഷാമമാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ഞാൻ വാട്ടർ അതോറിറ്റി സൂപ്പർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ലിറ്റർ വെള്ളം കിൻഫ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. കിൻഫ്രയായിട്ട് ഡീൽ നടത്താനാണ് പറഞ്ഞത് അല്ലേ? കിൻഫ്രയ്ക്ക് അവരെ സംബന്ധിച്ച് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അല്ലല്ല, ഒരു മിനിറ്റ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കിൻഫ്രയോട് വാങ്ങിക്കണോ പിന്നെന്താണ് വാട്ടർ അതോറിറ്റി വാങ്ങിക്കണോ? അവർക്ക് വെള്ളം ലഭിക്കില്ല. ക്ലാരിറ്റി ആവശ്യമുണ്ട്. അവിടെ കിൻഫ്രയിലെ പുതുതായിട്ട് തുടങ്ങുന്ന പ്ലാന്റിൽ നിന്ന്, അതായത് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ നിന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എക്സിക്യൂട്ടീവ്
പറഞ്ഞിരിക്കുന്നത് നേരിട്ട് വാട്ടർ അതോറിറ്റി കൊടുക്കില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉത്തരവിൽ എങ്ങനെയാ വാട്ടർ അതോറിറ്റി ഈ പ്രോജക്റ്റിന് ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നും അത് കിൻഫ്രയുടെ പ്ലാന്റിൽ നിന്നാണ് പിന്നീട് വിശദീകരണം വന്നത്. ഞാൻ അല്ലല്ല, ഓർഡർ ഇങ്ങനെ ഈ പ്രോജക്റ്റിന് ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകി. ആ അനുമതി നൽകിയിട്ടില്ലെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ആണ്. എപ്പോഴോ വരാൻ പോകുന്ന സ്ഥാനത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് വന്ന പോലെയാണ് സാർ പറയുന്നത്. ഇത് വന്നിട്ടില്ലല്ലോ, വരാൻ പോകുന്ന സാറല്ലേ, അപ്പത്തേക്ക് വെള്ളം കിട്ടിയാ പോരെ. ഈ പറയുന്ന പ്ലാന്റ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലല്ലോ, വരുമ്പോൾ വെള്ളം കിട്ടിയാ പോരെ. അതെ, അപ്പൊ കിൻഫ്ര പറയുന്നത് എന്താണ്? കിൻഫ്രയുടെ ഇതിൽ നിന്ന് വെള്ളം എടുത്തോളാൻ പറയുന്നു. പിന്നെ എന്താണ്? 2 ലക്ഷം ലിറ്റർ 2 കോടി ലക്ഷം ലിറ്റർ വെള്ളമാണ് പിന്നെ അവിടുന്ന് മലമ്പുഴയിൽ നിന്ന് എടുത്തോണ്ടിരിക്കുന്നത് എവിടേക്ക്? പാലക്കാട് ടൗണിലേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് വെള്ളം അവിടെ പറ്റിയോ? പാലക്കാട് ഡാമിൽ പറ്റിയോ? ഒന്നും പറ്റിയില്ല. പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണ്? പിന്നെ പൈപ്പ് ലൈൻ വലിച്ചിട്ടില്ല. 45 കിലോമീറ്റർ പിന്നെ ഒരു നീളത്തിൽ പിന്നെ എന്താ പൈപ്പ് വലിച്ചില്ല. അല്ല, അതല്ല പറയുന്നത്, കുടിവെള്ളം എത്തിച്ചിട്ടില്ല എന്ന്. ഞാൻ പറയുന്നത് സെപ്പറേറ്റ് പദ്ധതിയാണെന്ന്. അത് വെള്ളം എത്തിക്കണമെങ്കിൽ അത് സംവിധാനമാണ്. അതുകൊണ്ട് ഒരു കമ്പനി വരണ്ട എന്ന് പറയാൻ പറ്റുമോ? നാട്ടുകാർക്കെതിരല്ല. വർഷത്തിൽ 2 മാസം വേനലിൽ 12 ലക്ഷം രൂപയാ പഞ്ചായത്ത് മുടക്കുന്നത് ടാങ്കിൽ വെള്ളം കൊടുക്കാനായിട്ട്. വർഷത്തിൽ 2 മാസം വേനൽ എന്ന് വെച്ചിട്ട് 12 ലക്ഷം രൂപ. അങ്ങനെയാണ് ഒരു പണി. കിങ്ഫിഷറിന്റെ ഫാക്ടറി ഉണ്ടല്ലോ, ആ സാധനം പൂട്ടിയിട്ട് ആ വെള്ളം കൂടി എടുത്ത് നാട്ടുകാർക്ക് കൊടുക്കാൻ സമ്മതിക്കോ? സമ്മതിക്കില്ല. കിങ്ഫിഷറിന്റെ ഫാക്ടറി ഉണ്ടല്ലോ വെള്ളം കൊടുക്കുന്നത് 10-40 ലക്ഷം രൂപ. അത് പറ്റൂല്ലോ ഒരിക്കലും. പറയുന്നത് പ്രയോറിറ്റി ആണ് ഉണ്ണിബാലകൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. പ്രയോറിറ്റി വാട്ടർ അതോറിറ്റിയുടെ വിഷയം എക്സൈസിന്റെ വിഷയമാണ്. അതാണ് ഞാൻ പറയുന്നത്. വെള്ളം കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ജനങ്ങളുടെ വിഷയം. പ്രയോറിറ്റി എന്തുമാകട്ടെ, പ്രയോറിറ്റി എന്ന് പറയുന്നത് മദ്യമാണോ? ഇന്നലെ ഈ ഒരു ദിവസം ഇന്നലെ പറഞ്ഞു, ഇന്നലെ നമ്മുടെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ വനം മന്ത്രിയോടല്ല ചോദിക്കുക, ഇത് എക്സൈസ് മന്ത്രിയോട് ചോദിക്കുക. പിന്നെ വെള്ളം കൊണ്ടുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെട്ട മന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത്. പക്ഷേ അന്നേരം പറയുന്നത് കൂട്ടുത്തരവാദിത്തം തന്നെയാണ്. പക്ഷേ എന്താണ്, ആ നാട്ടിൽ വെള്ളമില്ല എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പ്രശ്നങ്ങളാണ്. അത് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പാലക്കാടുമായി ബന്ധപ്പെട്ട സ്ഥലം മാത്രമല്ലല്ലോ. അതുകൊണ്ട് ആ സ്ഥലത്തൊരു പുതിയ പ്രൊജക്റ്റ് വരരുത് എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത്. ഈ അഴിമതി ആരോപണമാണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും നമുക്ക് പറയാം. ഇത് പണം മേടിച്ചിട്ട് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒത്താശ നടത്തി കൊടുത്ത് എന്നുള്ളൊരു രേഖയുമായിട്ട് പുറത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാര്യം. അതിനേക്ക് അപ്പുറം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ മറുപടി ഇല്ലാതെ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. സുജയ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ബ്രൂവറിയിൽ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചുകളി ഉണ്ടോ എന്നുള്ളതാണ്. ഇത് സ്ട്രേറ്റ് കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടുള്ള വ്യക്തമായിട്ടുള്ള ഡീല് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒളിച്ചു വെക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും കോൺഫിഡൻ്റായി MP രാജേഷ് വെല്ലുവിളിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. കാരണം അഴിമതി ആരോപിച്ചവർ ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് മിണ്ടുന്നില്ല. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ധൈര്യമില്ലാതെ സബ്മിഷനും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നോക്കൂ, നാളെ ആകുമ്പോഴേക്കും അടുത്ത വിഷയമുണ്ടല്ലോ. അടുത്തത് കിറ്റായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. PPE കിറ്റ്, CAG റിപ്പോർട്ട്, അതിന്മേലുള്ള ആരോപണങ്ങളുമായി അന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് പിടിക്കും. ഇതിൽ കഴിഞ്ഞ ദിവസം കൊടികുത്തി പോവുകയായിരുന്നു എലപ്പുള്ളിയിൽ കോൺഗ്രസ്. പഞ്ചായത്ത് ഇപ്പോൾ പ്രമേയം പാസ്സാക്കുന്നു. എന്നാൽ നമ്മൾ ഈ പ്ലാച്ചിമട സമരവേളയിലൊക്കെ കണ്ടതുപോലെയുള്ള അത്രയും ആത്മാർത്ഥമായ ഒരു സമരരീതി ഇന്ന് യൂത്ത് കോൺഗ്രസിന് തിരുവനന്തപുരത്ത് കണ്ട പ്രതിഷേധം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്? BJP പലയിടങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമ്പോഴും കോൺഗ്രസിന്റെ എലപ്പുള്ളിയിലെ പ്രതിഷേധം എന്താണ് ഉണ്ണി സാർ? എലപ്പുള്ളിയിൽ നടത്തുന്നില്ലല്ലോ. എലപ്പുള്ളിയിൽ എന്ത് പ്രതിഷേധമാണ് കാണുന്നത്? അപ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ അതോ സർക്കാരിനെതിരെ അടിക്കാൻ കിട്ടിയ ഒരു വടി എന്ന രീതിയിൽ വെറുതെ ഒന്ന് എടുത്തങ്ങ് വിടുന്നു എന്നത് മാത്രമാണ്. കോൺഗ്രസിന്റെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഒരു അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ കുറിച്ച് അവിടെ പറയുന്നത് കേട്ടല്ലോ. അവിടെ ഈ സ്ഥലം വാങ്ങുന്നതിനും ഈ 24 ഏക്കർ ഒറ്റയടിക്ക് വന്ന് ഒയാസിസുകാർ വന്ന് ചോദിച്ച ഉടൻ തന്നെ അവിടെയുള്ള പല പല ഭൂവുടമകൾ എടുത്തങ്ങ് കൊടുക്കുകയല്ലല്ലോ. അപ്പോൾ ഈ ഒയാസിസിനെയും ഈ ഭൂമി കച്ചവടം ചെയ്ത വ്യക്തികളെയും തമ്മിൽ കണക്ട് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്? അത് എലപ്പുള്ളിയിൽ തന്നെയുള്ള ആളുകളാണ്. അവരുടെ പേരുകൾ അന്വേഷിച്ചു പോയാൽ മനസ്സിലാകും ഇതിൽ കോൺഗ്രസ് കാണിക്കുന്ന ഇരട്ടത്താപ്പ് എന്താണ് എന്നുള്ളത്. അതേക്കുറിച്ചുള്ള കാര്യങ്ങളും പുറത്തുവിടും. ഈ അഴിമതി എന്ന് പറയുന്ന ആളുകളെ കൃത്യമായി എക്സ്പോസ് ചെയ്യാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് MP രാജേഷ് ഇന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MP രാജേഷ് ഒരു ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഈ ഒരു അവസാന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു, അതിന് പിന്നിൽ MP രാജേഷിന് കിട്ടിയ പണമാണ് എന്നൊക്കെ വെറുതെ പറഞ്ഞു പോയാൽ പോരല്ലോ. അതിനൊക്കെ ഒരു തെളിവോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകളോ വേണമല്ലോ. അങ്ങനെയുള്ള രേഖകളൊന്നും, എന്ത് രേഖയുണ്ടെങ്കിലും അത് ഉയർത്തിക്കാട്ടി വാർത്താസമ്മേളനം വിളിക്കുന്ന ആളുകളാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല. എനിക്ക് അവരെ രണ്ടുപേരെയും വലിയ വിശ്വാസമാണ്. രണ്ടുപേരും ഒരു രേഖ പോലും ഇതുവരെ MP രാജേഷ് അഴിമതി കാണിച്ചു, MP രാജേഷ് പണം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രേഖ പോലും ഇതുവരെ പുറത്തുവിടാൻ പറ്റിയിട്ടില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും അവർ വിട്ടേനെ. വിടാതിരിക്കുമോ അരുൺ സാർ? തോന്നുന്നുണ്ടോ?
ഒരു രേഖയും പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അഴിമതി വിട്ടു, അഴിമതി എന്നുള്ള കാര്യമേ വിട്ടിട്ടുണ്ട്. സഭയിലേക്ക് ഈ വിഷയം വരുമ്പോഴും ഇനി ജലചൂഷണത്തെ പറ്റി എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ വിശദമായി തന്നെ സംസാരിച്ചതാണ്. ആൻഡ്രൂ സാർ പറഞ്ഞതുപോലെ അവിടെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്താതെ അവിടെയുള്ള ഭൂഗർഭ ജലചൂഷണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കമ്പനിയിലേക്കുള്ള വെള്ളം എടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു റീസൺ അവിടെ കൊടുക്കേണ്ടതാണ്. അതുണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും ആ നാട്ടുകാർക്കൊപ്പമാണ്. പക്ഷേ ഇവിടെ അഴിമതി ആരോപിക്കുമ്പോൾ ആ അഴിമതിക്ക് കൃത്യമായി എന്താണ് അഴിമതി, ആർക്കിടയിൽ അഴിമതി നടന്നു? ഒയാസിസിൽ നിന്ന് നേരിട്ട് MP രാജേഷ് പണം വാങ്ങി പാലക്കാട്ടെ ബൈ ഇലക്ഷൻ ഉപയോഗിച്ചോ? അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. ബൈ ഇലക്ഷൻ നടന്നു, ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ 1-ാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നുവെന്നൊന്നും MP രാജേഷ് കരുതി ഈ പണം വാങ്ങി ആ തെരഞ്ഞെടുപ്പ് ചെലവിനായി ഉപയോഗിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇതിൽ എക്സൈസ് മന്ത്രിയായി MP രാജേഷ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് അതുകൂടി ഞാനൊന്ന് പരിശോധിച്ചു. 2022 സെപ്റ്റംബർ 5-നാണ് MP രാജേഷ് എക്സൈസ് മന്ത്രിയാകുന്നത്. സ്പീക്കർ സ്ഥാനത്ത് ഒഴിഞ്ഞു 3-ാം തീയതി ഒഴിയുന്നു, 5-ാം തീയതി എക്സൈസ് മന്ത്രിയാകുന്നു. അതിനുശേഷമാണ്, വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അതിനുശേഷമാണ് ഈ ഫയൽ നീക്കങ്ങൾ അല്ലെങ്കിൽ ഈ സ്ഥലം വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി പരിശോധിച്ച് അഴിമതിയുടെ തെളിവ് പുറത്തുവിടണം. കാരണം അല്ലാതെ വെറുതെ ഇങ്ങനെ ഉണ്ടയില്ല വെടി പോലെ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല. അഴിമതി എന്ന് പറയുമ്പോൾ കൃത്യമായി 2022 സെപ്റ്റംബർ 5-ന് അധികാരമേറ്റ ശേഷം എക്സൈസ് മന്ത്രി എന്ന നിലയിൽ MP രാജേഷ് ഒയാസിസിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള രീതിയിലുള്ള ആരോപണമാണല്ലോ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി തെളിവ് പുറത്തുവിടണം. തെളിവ് പുറത്തുവിട്ടില്ല എങ്കിൽ പ്രതിപക്ഷ നേതാവ് കള്ളം പറയുകയാണ് എന്ന് നാട്ടുകാർ ചിന്തിക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇനി വിവാദത്തിന് പിന്നിലുള്ള സ്പിരിറ്റ് ലോബിയെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഒന്നും അറിയാതെ ആകില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പല സംസ്ഥാനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ കർണാടകയെക്കുറിച്ചും പറഞ്ഞല്ലോ. കർണാടകയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, കർണാടകയിലെ സ്പിരിറ്റ് ലോബിയെ നിയന്ത്രിക്കുന്നത് ഏത് പാർട്ടിയുടെ നേതാക്കളാണ്, കർണാടക ഇപ്പോൾ ഭരിക്കുന്നത് ഏത് പാർട്ടിയാണ് എന്നത് കൂടി കണക്ട് ചെയ്യണം. ആ ഡോട്ട്സ് തമ്മിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായി കാര്യം തിരിയും എന്താണ് ഈ എതിർപ്പിന് പിന്നിലെന്ന്. എലപ്പുള്ളി പഞ്ചായത്ത് ഇത് അറിഞ്ഞില്ല എന്നുള്ളത് രേവതി ബാബു പറയുന്നതിനെ ഞാൻ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയാണ്. അവിടെയാണ് ഒരു കള്ളക്കളി നടന്നിട്ടുള്ളത്. അത് കൃത്യമായി ഇപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. 6 മാസം മുൻപ് പഞ്ചായത്ത് സെക്രട്ടറി പങ്കെടുത്ത ഒരു ഓൺലൈൻ യോഗത്തിൽ വെച്ച് വെറുതെ ചോദിച്ചു വിട്ടതേ ഉള്ളൂ. പ്രതിഷേധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് പ്രതിഷേധമില്ല, അത് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ പഞ്ചായത്തിനെ, അത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്, ആ പഞ്ചായത്തിനെ വിശ്വാസത്തിലെടുക്കാതെ ഒരു നീക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി MP രാജേഷ് വരുത്തേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടി നാടാണ്, പാലക്കാട് ജില്ലക്കാരനായ മന്ത്രിയാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി? അല്ലെങ്കിൽ പഞ്ചായത്തിനെ ഈ വിഷയം അറിയിക്കാതെ വിട്ടതിന് പിന്നിൽ അത് സ്വാഭാവികമായി സംഭവിച്ചതാണോ? അതിൽ രണ്ടാമത്തെ കാര്യം, ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള NOC ആണ്. അക്കാര്യത്തിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ നമ്മുടെ ഇന്നത്തെ ആ പ്രതികരണത്തിൽ നിന്ന്. ആ ഒരു NOC സംഘടിപ്പിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ആ NOC ഉപയോഗിച്ചാണ്. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ കറക്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കിട്ടിയ ആ NOC ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേന്ദ്ര ഓയിൽ കമ്പനികളുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്നുള്ള 2024 മദ്യനയ ചേഞ്ചാണ്. 2023-24 മദ്യനയത്തിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കേരളത്തിലെ ഈ 9 ഡിസ്റ്റിലറികൾ, 8 ബ്ലെൻഡിംഗ് യൂണിറ്റുകൾ, 2 ബ്രൂവറികൾ, ഇതെല്ലാം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതൊക്കെ ടെൻഡർ വിളിക്കാതെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ടെൻഡറിങ്ങിൻ്റെ കാര്യത്തിൽ ആ ഒരു ഭാഗം മാറി നിൽക്കുകയാണ്. ഇവിടെ ഈ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള NOC തെറ്റിദ്ധരിപ്പിച്ച് നേടി കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബിഡിങ്ങിൽ പങ്കെടുത്ത് അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ഭാഗം അവിടെ നിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അക്കാര്യത്തിൽ വിശദീകരണം തരേണ്ടത് എക്സൈസ് മന്ത്രിയാണ്. ഈ ആരോപണങ്ങൾക്കൊക്കെ സഭയിൽ നിങ്ങൾ ഈ വിഷയം കൊണ്ടുവരൂ, ഞാൻ ഇതിനെല്ലാം മറുപടി തരാം എന്ന് MP രാജേഷ് പറഞ്ഞതിനെ ഈ ഘട്ടത്തിൽ ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണ്. ഈ ജലചൂഷണം ഉണ്ടാകാത്ത രീതിയിൽ വേണം ഈ പദ്ധതി നടപ്പാക്കുന്നതിന്, ഈ ജലചൂഷണം ഉണ്ടാകാത്ത രീതിയിൽ തന്നെ വേണം. മാത്രമല്ല അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, മലിനീകരണ നിയന്ത്രണ നിയമം. ഈ പ്രോജക്റ്റ് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് മലിനീകരണം കൂടിയാണ്. അതെ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമുക്ക് കേരളത്തിൽ ഇതിനകം തന്നെ നമുക്ക് ഈ മാലിന്യ പ്രശ്നം വലിയ തോതിൽ നമ്മൾ നേരിടുന്നതാണ്. അതുകൊണ്ട് പാലക്കാട് പോലൊരു ജില്ലയിൽ ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ മലിനീകരണ നിയന്ത്രണ നിയമം അവിടെ കൃത്യമായി പാലിക്കപ്പെടണം. മാത്രമല്ല പ്രദേശവാസികൾക്ക് തൊഴിൽ മുൻഗണന എന്ന് പറയുന്നത് കേവലം ആ ഫയലിൽ ഒതുങ്ങാതെ അത് നടപ്പാക്കുന്ന രീതിയിലേക്ക് വരണം. പഞ്ചായത്തിനെ വിശ്വാസത്തിൽ എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഈ മഴവെള്ള സംഭരണി 5 ഏക്കറിൽ നിർമ്മിച്ച് അവിടെ ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ പദ്ധതി നടപ്പാക്കും എന്നുള്ളത് അത് നടപ്പാക്കി ആദ്യം കാണിച്ചു കൊടുക്കണം. അത് പറഞ്ഞു പോയാൽ പോരാ. എന്നിട്ട് മലമ്പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് അവിടെ 2ാം വിള കൃഷിക്കടക്കം, ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ 10-ലധികം പഞ്ചായത്തുകളിൽ 2ാം വിള കൃഷിക്കടക്കം വേണ്ടത് മലമ്പുഴയിലെ വെള്ളമാണ്. അത് ഇങ്ങോട്ടേക്ക് ബൈഫർക്കേറ്റ് ചെയ്ത് വിടുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ്. കിട്ടാത്തതിനും കൂടി ഒരു സമരം നടത്തി നല്ലതായിരിക്കും.
അല്ല, അവർക്ക് പാലക്കാട്ട് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിൽ അല്ല അതില്ല ഞാൻ ഒരു പറയുന്നത് ചൂടൊന്നുമില്ല, അല്ല, ഒരു ഞാൻ പറയുന്നത് ഈ ചൂടുമില്ല. വെള്ളം കിട്ടാത്ത പ്രശ്നം അവിടെ ഇപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു. സമയം അതിക്രമിച്ചു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പാലക്കാട്ട് ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ ആത്മാർത്ഥമായി മുന്നിൽ നിൽക്കുന്നത് അതിപ്പോൾ BJP ആണ് എന്നുള്ളത് ഞാൻ അതുകൂടി എടുത്തു പറഞ്ഞു പോവുകയാണ്. കാരണം കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. സർക്കാരാണ് ആദ്യത്തെ അതുകൂടി ദിവസം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്. അല്ല, അത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് NOC വാങ്ങി ഇവിടെ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഒയാസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. വാട്ടർ അതോറിറ്റിയുടെ NOC അടക്കം വെച്ചുകൊണ്ടാണ് ആ ബിഡിങ്ങിൽ പങ്കെടുത്തതും അത് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് NOC കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളതിന് മറുപടി MP രാജേഷ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇരിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ബ്രൂവറിയിൽ ഒളിച്ചുകൊള്ളുക എന്ന ചോദ്യത്തിന് 3 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്, 2 പേരുടെ അഭിപ്രായം നോ എന്നാണ്.